യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് നന്നായി. അല്ലെങ്കിൽ തന്നെ ഗിരിജാന്റെ എന്തിനാ എന്റെ ദർശനം അടിക്കാൻ വരുന്നു? ഒരു കാര്യം ചെയ്യാം, ദർശനം ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ആ ഗിരിജാന്റെ രണ്ട് കൊടുത്തിട്ട് വരാം. രൂപേഷേട്ടാ, വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിനൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഇനി ഗിരിജാന്റെ ആയിരിക്കൂ. ഞാൻ നോക്കാം. അമ്മയോ? വാ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു വന്നതാ. എന്താ അമ്മേ? ഞാനൊരു കാര്യം പറയാനാ വന്നത്. മോനത് കേൾക്കണം. കമ്പനിയിൽ ചെയർമാനായി ചാർജ് എടുക്കുന്ന കാര്യത്തിൽ ഇനിയും വൈകരുത്. അമ്മ, അത് പിന്നെ എത്രയും പെട്ടെന്ന് ഓഫീസിൽ ചാർജ് എടുത്തേ പറ്റൂ. ദർശനെ, മോള് ഇക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. ഇവനെ കൊണ്ട് എത്രയും വേഗം ചെയർമാനായി ചാർജ് എടുപ്പിക്കണം. അമ്മേ, ഞാൻ എന്തിനാ ഓഫീസിൽ പോകുന്നേ? ഞാൻ പോയിട്ട് എന്താ അമ്മേ കാര്യം? ഒരു പേപ്പർ പോലും എനിക്ക് വായിക്കാൻ അറിയില്ല അമ്മേ. ചെയർമാനായിട്ട് ദർശന പോട്ടെ. ദർശനയ്ക്കൊരു സഹായത്തിന് ഞാൻ നിന്നോളാം. എന്താ എന്താമ്മേ, അതുപോരെ? ഏയ് രൂപേഷേട്ടാ, അതൊന്നും വേണ്ട. അതല്ല ശരി. രൂപേഷേട്ടൻ കമ്പനിയിൽ ചെയർമാനായി ചാർജ് എടുക്കണം. ഏയ്, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? ഞാൻ IPS ആവണമെന്ന് രൂപേഷേട്ടന് ആഗ്രഹമുണ്ടോ? ആ, എന്നാ കേട്ടോ. എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ IPS ആവണമെന്നാ. അത് ഞാൻ സാധിച്ചു കൊടുക്കും. അപ്പോ രൂപേഷേട്ടന്റെ അമ്മയുടെ ആഗ്രഹം ആരാ സാധിച്ചു കൊടുക്കേണ്ടത്? പറയ. രൂപേഷേട്ടൻ അല്ലേ? അപ്പൊ രൂപേഷേട്ടൻ കമ്പനിയിലെ ചെയർമാനായി ചാർജ് എടുക്കുന്നു. ശരി, എന്നാ നിങ്ങൾ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് അമ്മേ. ഓ, അല്ല, എന്തിനായിരിക്കും ചേച്ചി എല്ലാവരോടും വരാൻ പറഞ്ഞത്? ഓ, ഇനി പുതിയ വല്ല വിൽപ്പത്രവും വായിക്കാനായിരിക്കോ? നോ ഐഡിയ. ഏതായാലും ഏട്ടത്തി വരട്ടെ. ചേച്ചി, ചേച്ചി വിളിപ്പിച്ചത്? പറയാം. ഒരു പ്രധാന തീരുമാനം എടുക്കാനാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. കമ്പനി കാര്യങ്ങൾ നോക്കാൻ പവിയും യതിയും ഒക്കെ കഷ്ടപ്പെടുകയാണ്. ഇവിടെയുള്ള ഒരുത്തൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ചിരിച്ചു കളിച്ച് നടക്കുന്നു. നാളെ മുതൽ കമ്പനിയുടെ ചെയർമാനായി രൂപേഷ് ചാർജ് എടുക്കുന്നു.
കറക്റ്റ്. ഇവനെ എന്തിനാ നോക്ക് കുത്തിയാക്കാനോ? പവിത്രൻ എന്തു പറയുന്നു? നല്ലതാ ചേച്ചി. ഇവന് കാര്യങ്ങളൊക്കെ പഠിക്കാലോ. യതിയുടെ അഭിപ്രായം കേട്ടില്ല. സന്തോഷം ഏട്ടത്തി. രൂപേഷ് എല്ലാം കണ്ട് പഠിക്കട്ടെ. പിന്നെ ഞാനും പവിത്രനും ഉണ്ടല്ലോ അവിടെ. അപ്പച്ചി, രൂപേഷേട്ടനെ സഹായിക്കാൻ ഞാനും കൂടെ ഓഫീസിലേക്ക് പോകാം. എനിക്ക് അവിടെ ഒരു ജോലി തന്നാ മതി. അപ്പച്ചി, ശ്രേയ പോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ പോകുന്നതാ. എനിക്കൊരു ജോലി തന്നാ ഞാൻ നോക്കിക്കോളാം രൂപേഷേട്ടന്റെ കാര്യങ്ങള്. നീ എന്തിനാ പോകുന്നേ? ഞാൻ പോയിക്കോളാം. അതെന്താ ഞാൻ പോയാ ശരിയാ? ഞാനല്ലേ പോവാന്ന് പറഞ്ഞേ. ഞാൻ പോയിക്കോളാം. ഞാൻ പോവും. വേണ്ട, പറ്റില്ല. ഞാൻ കുറെ പഠിച്ചതാ. ഞാൻ പോവും. വേണ്ട, പറ്റില്ല. ഞാൻ തന്നെ പോയിക്കോളാം. വേണ്ട, നിങ്ങൾ രണ്ടാളും വേണ്ട. എന്റെ കൂടെ വീണയും വരണ്ട, ശ്രേയയും വരണ്ട. എന്റെ മോന്റെ ഇഷ്ടം അതാണെങ്കിൽ അതുപോലെ തന്നെ അങ്ങ് നടക്കട്ടെ. ദർശനെ വാ, മുറിയിലേക്ക് പോ. സോറി സാർ, ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. ഓ, അത് കാര്യമില്ല. നമുക്കല്ലേ കാത്തു നിൽക്കാൻ പറ്റൂ. ഈ സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. മാത്രമല്ല, ഞാനിപ്പോ ആ പഴയ പങ്ക്ച്വാലിറ്റിയൊക്കെ തെറ്റിച്ചു തുടങ്ങി. സാറ് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? പറയാം. താൻ അറിഞ്ഞു കാണുമല്ലോ, മിക്കവാറും അധികം വൈകാതെ തന്നെ രൂപേഷ് കമ്പനിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കും. സാർ, അങ്ങനെ വന്നാൽ എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ആ ദർശനയായിരിക്കും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അവള് രൂപേഷിനെ പോലെ അല്ല, മിടുക്കിയ. വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഒരു ചെറിയ പിഴവിന് വരെ വലിയ വില കൊടുക്കേണ്ടി വരും. സാർ വിചാരിച്ച രൂപേഷ് ചെയർമാനാവുന്നത് തടയാൻ പറ്റില്ലേ? പക്ഷേ അത് വേണ്ട. ഇന്നത്തെ സാഹചര്യത്തിൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ രൂപേഷ് ചെയർമാനാകുന്നതുകൊണ്ട് ചിലപ്പോ ചില ഉപകാരങ്ങൾ ഉണ്ടായിന്ന് വരും. ചിലരുടെ വമ്പൻ കള്ളക്കളികൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണേക്കാം. ഏതായാലും കൂട്ടത്തിൽ നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ വേണം. ഞാൻ പറഞ്ഞു വരുന്നത്